കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളത്തിന്റെ നടന വിസ്മയമായ നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ജന്മദിനമാണ് ഈ മെയ് 21. അപ്പൊ നമ്മളുടെ കുഞ്ഞു ചാനലിന്റെ വക അദ്ദേഹത്തിനൊരു ആദരവ് എന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ലെന്ന് നമുക്കറിയാം. തെറ്റുകൾ കാണാം, നിങ്ങൾ ക്ഷമിക്കുക. ജനനം 1960 മെയ് 21 പത്തനംതിട്ട ഇലന്തൂർ ഗ്രാമത്തിലാണ് ജനിച്ചത്. ഇപ്പോൾ പ്രായം 64 വയസ്സ്. അമ്മ ശാന്താകുമാരി, അച്ഛൻ വിശ്വനാഥൻ നായർ. ഒരു ചേട്ടനുണ്ട്, പ്യാരിലാൽ. ഭാര്യ സുചിത്ര, മക്കൾ പ്രണവ് മോഹൻലാൽ, വിസ്മയ. 1978 18-ാം വയസ്സിൽ തിരനോട്ടം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ അഭിനയ രംഗത്ത് പ്രവേശിക്കുന്നത്. സെൻസർഷിപ്പ് പ്രശ്നങ്ങൾ കാരണം ചിത്രം 25 വർഷത്തേക്ക് റിലീസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 1980-ൽ പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പ്രണയ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. 1980-കളുടെ മധ്യത്തോടെ അദ്ദേഹം ഒരു മികച്ച മുൻനിര നടനായി മാറി. 1986-ൽ നിരവധി വിജയകരമായ ചിത്രങ്ങളിൽ അഭിനയിച്ചതിനു ശേഷം താരപദവി നേടുകയും ചെയ്തു. മലയാളം കൂടാതെ അഭിനയിച്ച മറ്റു ഭാഷകളാണ് ഞാൻ പറയുന്നത്, ഹിന്ദി, തമിഴ്, തെലുങ്ക് എന്നിങ്ങനെ. എന്നാലും നമ്മുടെ ലാലേട്ടനെ മലയാള സിനിമയിൽ അഭിനയിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. മോഹൻലാൽ 5 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ നേടിയിട്ടുണ്ട്. 2 മികച്ച നടനുള്ളതും ഒരു പ്രത്യേക ജൂറി പരാമർശം, അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി അവാർഡ്, മികച്ച ഫ്യൂച്ചർ ഫിലിമിനുള്ള അവാർഡ്, ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ. കൂടാതെ 9 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ഫിലിം ഫെയർ അവാർഡ്, സൗത്ത് അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ടൊന്നും നമ്മുടെ ലാലേട്ടനെ കുറിച്ച് ഞാൻ എത്ര പറഞ്ഞാലും മതിയാവില്ല. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, നമ്മൾ ഈ പറയുന്നതിൽ കുറെ തെറ്റുകുറ്റികൾ കാണാം, നിങ്ങൾ അതൊന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. 2001-ൽ 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരവും 2019-ൽ രാജ്യത്തെ 3ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ ബഹുമതിയും നൽകി ഭാരത സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു. 2009-ൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയും നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ചലച്ചിത്ര ലോകത്തിനും സംസ്കൃത നാടകത്തിനും നൽകിയ സംഭാവനകളെ മാനിച്ച് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഡോക്ടറേറ്റ് നൽകിയും മോഹൻലാൽ എന്ന നടനെ ആദരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയതായിട്ട് ഇറങ്ങിയ തുടരും എന്ന സിനിമയുടെ ലാസ്റ്റ് തന്നെ എഴുതി കാണിക്കുന്നുണ്ട്, മോഹൻലാൽ ഇനിയും തുടരും. അതെ, നമ്മുടെ ലാലേട്ടൻ ഇനിയും ഒരു എന്താ പറയുക, ഒരു 100 വർഷം സർവ്വ ആയുസ് ആരോഗ്യത്തോടെ ജീവിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മുടെ ലാലേട്ടനെ കുറിച്ച് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ടാറ്റ. തെറ്റുകൾ കാണാം, നിങ്ങൾ ക്ഷമിക്കുക.